ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ബീഫ് വരട്ടിയത് ഉണ്ടാക്കിയാലോ. അതിനായി 1 കിലോ ബീഫ് ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പ്, കുറച്ച് കറിവേപ്പില, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുവാണേ. അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കുക. നേരത്തെ പോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണേ. പിന്നെ അരമണിക്കൂർ റെസ്റ്റ് ചെയ്ത് വെക്കുക. ശേഷം എടുത്തിട്ട് കുക്കറിൽ അത് നന്നായിട്ടൊന്ന് വേവിച്ച് മാറ്റി വയ്ക്കുക. ഇനി അതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളി, സവോള, കറിവേപ്പില, തേങ്ങ കൊത്തി അരിഞ്ഞത്, പച്ചമുളക് കീറിയത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് പൊടി, ഇത്രയാണ് ആവശ്യം. ഒരു ചീനച്ചട്ടിയിലേക്ക് ഇരുമ്പ് ചട്ടിയാണ് എടുക്കണേ. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിലയും താളിച്ചതിന് ശേഷം ഈ കൊത്തിയിട്ട തേങ്ങ അതിലേക്കിട്ട് മൂപ്പിച്ചെടുക്കുവാണേ. അത് ഏതാണ്ട് ബ്രൗൺ കളറായ സമയം നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന ചെറിയ ഉള്ളി, സവോള എന്നിവ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണേ. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടുക. കുറച്ച് ഗരം മസാല പൊടിയും കൂടെ വിതറിക്കൊടുക്കുക. കുറച്ചൊന്ന് വഴന്ന് വന്ന ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് നമ്മൾ വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ കൊത്തിയതും കൂടെ ചേർത്ത് ഒന്നുകൂടെ വഴറ്റി വയ്ക്കുക. നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്നില്ലേ പച്ചമുളകും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് വയ്ക്കുക. കുരുമുളക് പൊടിയാണ് ഇതിന് ടേസ്റ്റ് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണേ. നേരം ഞാൻ ഫ്ലാഷ് ഇട്ടാണ് എടുത്തുകൊണ്ടിരുന്നത്, അപ്പോൾ അതിൻ്റെ കറക്റ്റ് കളർ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഫ്ലാഷ് ഓഫ് ചെയ്തിട്ടെടുക്കുകയാണ്. ഈ ഒരു ഡാർക്ക് കളറിൽ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യാം. നമുക്ക് സെർവ് ചെയ്യാം. ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. സിമ്പിളായിട്ടുള്ള റെസിപ്പി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.